ദിവസം വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സ്വീകരണം ഒരാൾക്ക് കിട്ടി. അയാൾ 9 മാസം ജയിലിൽ കിടന്നിട്ട് ജാമ്യം കിട്ടി വരികയാണ്. അപ്പൊ അദ്ദേഹത്തെ കാത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നു, അദ്ദേഹത്തിനെ കാണുന്നു, അദ്ദേഹത്തെ കണ്ടിട്ട് ഓ എന്താ ഞങ്ങളുടെ നേതാവ് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് ഇയാളെ സ്വീകരിച്ച് ആനയിക്കുന്നു, റോഡ് ഷോ ഒക്കെ നടത്തുന്നു. അയാളെ ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടുവന്നു ഗാസിയാബാദ്, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ജയിലിൽ നിന്നാണ് ഇയാൾ പുറത്തു വരുന്നത്. ഒരു ജനക്കൂട്ടം തന്നെ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അപ്പം നിങ്ങൾ ഓർക്കും, ഓ ഇയാൾ എന്ത് വലിയൊരു കാര്യം ചെയ്തിട്ടായിരിക്കും ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു സ്വീകരണം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന്. ഇദ്ദേഹത്തെ സ്വീകരിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് RSSന്റെയും സംഘപരിവാറിന്റെ ഒക്കെ ആളുകളാണ്. ഇയാൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഇയാള് ഒരു നിയമ വിദ്യാർത്ഥിയെ അയാളൊരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി വേറൊരു അഭിഭാഷകനെ പരിചയപ്പെടുത്തി കൊടുക്കാം, ഒരു ന്യൂ കമ്മറിനൊരു അഭിഭാഷകനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി അവരെ സെക്ഷൽ അബ്യൂസ് ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാള്. അപ്പൊ ഹിന്ദു യുവവാഹിനി എന്ന് പറയുന്ന അവരുടെ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പിന്റെ ഒരു ലീഡർ ആയിട്ടുള്ള ഒരാളാണ് ഇയാള്. ഇയാള് പുറത്തിറങ്ങിയപ്പം ഇത്ര വലിയ ആഡംബരമായിട്ടും ഇത്രയും എന്താ പറയാ റോഡ് ഷോ വരെ നടത്തി ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സെയിം രാജ്യത്ത് തന്നെയാണ് കുറച്ചു നാൾ മുമ്പ് നമ്മുടെ നമ്മുടെ ജി നാരി ശക്തി ബില്ല് സൈൻ ചെയ്യാൻ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല, എന്റെ സ്ത്രീകളെ സേവിക്കാൻ എനിക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം കരഞ്ഞത്. അപ്പൊ ഇതേപോലെയുള്ള ഒരു പ്രോത്സാഹനം ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഈ കേസിൽ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ഇത്രയും ഒരു സ്ത്രീ സുരക്ഷയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് ഇത്രമാത്രം അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.